മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള വലിയ നേതാക്കളെ വരെ നിലക്ക് നിർത്തുകയും കോൺഗ്രസ് പാർട്ടിക്ക് കരുത്തും കർമ്മവീര്യവും നൽകുകയും ചെയ്ത ഒരു യുവനേതാവിനെ എതിരാളികൾ കൊത്തിവലിക്കുമ്പോൾ അവർക്ക് വെള്ളവും വളവും നൽകുന്ന നേതാക്കളെ പ്രവർത്തകർ കൈകാര്യം ചെയ്യുമെന്ന തരത്തിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം മാറുകയാണ്. ഒരു പരാതി പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഇല്ലാഞ്ഞിട്ടും അദ്ദേഹത്തെ ഇങ്ങനെ കൊത്തിവലിക്കുമ്പോൾ പാർട്ടിക്കാർ തന്നെ കല്ലെടുത്തിടുന്ന അപാരമായൊരു കഴിവ് അത് കോൺഗ്രസ്സുകാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ അത് കണ്ടു നിൽക്കാൻ കഴിയാത്ത ചില നല്ല നേതാക്കന്മാരും പാർട്ടിക്കകത്തുണ്ട്. അവർക്കൊപ്പമാണ് പ്രവർത്തകർ മുഴുവനും ഉള്ളത്. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല, അദ്ദേഹത്തിനെ ഏത് രീതിയിലാണ് നശിപ്പിക്കുന്നത്, അതുവഴി കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കാൻ എങ്ങനെയാണോ ശ്രമിക്കുന്നത്, അത് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കാൻ കാരണം. അതായത് മാങ്കൂട്ടം തന്നെയാണ് ഇപ്പോൾ മുഴുവൻ ചർച്ചാ വിഷയം. ആരോപണം മാത്രം വരുമ്പോൾ തന്നെ AICCയുടെ നിർദ്ദേശത്തിനനുസരിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന ഒരു മഹത്തായ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടം ഇനി MLA സ്ഥാനം രാജിവെക്കണമോ എന്നൊരു വിഷയത്തിലാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുക്കേണ്ടത്. കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം അവർ പറയുന്നതിന് മുൻപേ തന്നെ റിപ്പോർട്ടർ പോലെയുള്ള ചാനലുകൾ പറയുകയാണ്. എത്ര ലജ്ജാകരം ഇത് എന്നോർക്കണം. അതിനെതിരെ പാർട്ടി മിണ്ടുന്നുമില്ല. അവരാണിപ്പോൾ കോൺഗ്രസിൻ്റെ അഭിപ്രായം തീരുമാനിക്കുന്നത് തന്നെ. AICC തീരുമാനമനുസരിച്ച് പാർട്ടി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം കൂടി രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു ഹൈക്കമാൻഡിൻ്റെ നിലപാട്. എന്നാൽ മുഖം രക്ഷിക്കാൻ രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നിലപാടിൽ പാർട്ടി രണ്ടു തട്ടിലായി എന്ന വാർത്തയാണ് ചാനലുകൾ പരത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അങ്ങനെ പ്രത്യേക നിലപാടെടുക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. കാരണം രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നേതാക്കൾ ചാനലിന് മുന്നിൽ തോന്നിയതുപോലെ അഭിപ്രായം പറയുന്നതിന് പകരം ഒരടിയന്തര യോഗം ചേർന്ന് അതിലെ തീരുമാനം അറിയിക്കാമായിരുന്നു ചാനലുകളെ. സ്വന്തം ഇമേജ് കാത്തു സൂക്ഷിക്കാൻ, തങ്ങളുടെ പിടിവാശി നടപ്പിലാക്കാനൊക്കെ വേണ്ടി ഇവർ ബലി കൊടുക്കുന്നത് ഇപ്പോൾ പാർട്ടിയെയാണ്. എന്നാൽ ഇത് മനസ്സിലാക്കാതെ പാർട്ടി നേതാക്കൾ രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുകയാണ്. ഇത് CPMനും ചാനലുകാർക്കും വലിയ ആഘോഷമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ പല ചാനലുകളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. നിരവധി കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിവില്ലാത്തൊരു ഭരണം കൊണ്ട് കേരളത്തിന് ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം കേസുകളിൽപ്പെട്ട് അതിന് വെള്ളവും വളവും നൽകിക്കൊണ്ട് സ്വന്തം നേതാക്കന്മാർ തന്നെ കോൺഗ്രസ് പാർട്ടിയെ തകർക്കുന്നത്. അതിന് വളം വെച്ചു കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ചെയ്യുന്നത് എന്ന് സാധാരണ പ്രവർത്തകർ പറഞ്ഞു തുടങ്ങി. ഇന്ന് CPM സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്ന ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അതായത് മുകേഷ് MLAക്കെതിരെയുള്ള ആരോപണം കോടതി തെളിയിക്കട്ടെ, രാജിയുടെ കാര്യം ചിന്തിക്കുന്നു പോലും ഇല്ല എന്നുള്ളതാണ്. അതേസമയം അദ്ദേഹം അപ്പോൾ തന്നെ പറയുന്നു രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ളത്. മുകേഷിൻ്റെ പേരിൽ പോലീസിലും കോടതിയിലുമൊക്കെ പരാതി ഉള്ളതാണ്. എന്നാൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലാണെങ്കിൽ പോലീസിലും കോടതിയിലും ഒരു കേസ് പോലുമില്ല. അങ്ങനെയുള്ള ഒരാളെ സംരക്ഷിച്ചില്ലെങ്കിലും എതിർ പാർട്ടിക്കാർക്ക് കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കുന്ന പാർട്ടി നേതാക്കളുടെ ഒരു പകവീട്ടലാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പാർട്ടിയുടെ നാശത്തിലേക്ക് എത്തിച്ചേരും. എന്നാൽ കോൺഗ്രസ് പാർട്ടിയോട് കൂറുപുലർത്തുന്ന ചില നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ വിശ്വസിക്കാനും പിന്തുണക്കാനും തയ്യാറല്ലെങ്കിലും പാർട്ടിക്ക് ക്ഷീണം വരാതെ അവർ നോക്കുകയാണ്. അതായത് ഇപ്പോൾ പോലും നമുക്കറിയാം, ചില ചാനലുകളിൽ രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെപ്പിക്കാൻ KPCC തയ്യാറായി എന്നും പ്രസിഡന്റ് അത് ആവശ്യപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ ഇതാ അച്ചടിച്ച് വരികയാണ്. ഇതിലെ ശരിയും തെറ്റും അറിയില്ലെങ്കിലും പ്രസിഡന്റ് ഔദ്യോഗികമായി അത് പറയുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചാനലിൽ നൽകാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വരുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതായത് കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ വരെ ചാനലുകൾ തീരുമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് നേതാക്കളുടെ തമ്മിൽ തല്ലുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ സ്നേഹിക്കുന്ന ചില നേതാക്കൾ അവസരോചിതമായി ഇടപെടുകയാണ്. ഇപ്പോൾ KPCCയുടെ എന്ന നിലയിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA ആണ്. MLA സ്ഥാനം രാജിവെക്കുന്നത് പോലെയുള്ള കടുത്ത തീരുമാനം തിരക്കിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അനിൽകുമാർ പറയുന്നത്. ഈ ആരോപണം വന്ന അപ്പോൾ തന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചു.
അതിനപ്പുറത്തേക്ക് ഒരു ശിക്ഷയോ അതിനപ്പുറത്തേക്ക് ഒരു നടപടിയോ പാർട്ടി സ്വീകരിച്ചിട്ടില്ല. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ചിലപ്പോൾ വന്നേക്കാം. BJP ഇടപെടലുകളോടെ അതിവേഗം ഉപതെരഞ്ഞെടുപ്പ് നടത്താനും അതിൽ CPMന്റെ സഹായം BJPക്ക് ലഭിക്കാനും ഒക്കെ സാധ്യതയുണ്ടെന്ന് നേതാക്കൾ വിലയിരുത്തുന്നു. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം കൂടി രാജിവെക്കണോ എന്നത് തോന്നിയ പോലെ ചാനലുകളോട് പറയുന്നുണ്ടെന്നും അത് തീരുമാനിക്കുന്നിവിടെ KPCC അധ്യക്ഷനും കമ്മിറ്റിയുമുണ്ട് എന്നാണ് അനിൽകുമാർ ഓർമ്മിപ്പിച്ചത്. അവരവർക്ക് തോന്നുന്ന രീതിയിൽ രാജിവെപ്പിക്കാനൊന്നും ആരും നിൽക്കണ്ട എന്നുള്ള വ്യക്തമായ സൂചനയാണ് അദ്ദേഹം നൽകിയത്. പ്രതിപക്ഷ നേതാവായാലും മുൻ പ്രതിപക്ഷ നേതാവായാലും ഇനി ഏത് നേതാവായാലും പാർട്ടിക്ക് അവർ വിധേയരാണ്. പാർട്ടി പറയുന്നതിനപ്പുറം ഒരു തീരുമാനവും ചാനലുകളെയൊന്നും അറിയിച്ച് ആളാകണ്ട എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് AP അനിൽകുമാർ നൽകിയിരിക്കുന്നത്. അതുതന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും വികാരം. രാഹുൽ മാങ്കൂട്ടം കുറ്റം ചെയ്തിട്ടില്ല എന്നും ശിക്ഷ ലഭിക്കരുത് എന്നും ആരും തന്നെ ഇവിടെ പറയുന്നില്ല. എങ്കിലും പാർട്ടിയെ നശിപ്പിക്കാൻ എതിരാളികൾ തീവ്രയുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവർക്ക് ഗുണവും വളവുമാകുന്ന ഒരു നീക്കവും ഏത് നേതാവിൻ്റെ ഭാഗത്തു നിന്നും വേണ്ട. അതാണ് KPCCയുടെ അഭിപ്രായം. കോൺഗ്രസിൽ ഭിന്നതയുണ്ടാക്കാനും അതുവഴി ഒരു കഴിവുള്ള നേതാവിനെ നശിപ്പിക്കാനും എതിരാളികൾ ശ്രമിക്കുമ്പോൾ അതിന് വളമിട്ടു കൊടുക്കുന്നവർ എത്ര ഉന്നതരായാലും അവരെ കരുതിയിരിക്കുക.